കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6:41 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ജോസഫിൻ്റെ മകനായ യേശു അല്ലേ? ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ? പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം. ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനഭാഗങ്ങൾ നമുക്ക് നൽകുന്ന വളരെ വിലപിടിപ്പുള്ള ചില സന്ദേശങ്ങളാണ്. പക്ഷേ നിങ്ങൾ ജ്ഞാനായ വിവാഹം അതിൻ്റെ ഭാഗമായിട്ട് നടക്കാറുള്ള ഒരു കാര്യം ചിലർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. യാത്രപ്പുകല. അതെന്താണെന്നും അത് ഉദ്ദേശിക്കുന്ന എന്താണെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. ഇന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കാണുന്നു, ഏലിയ പ്രവാചകന് യാത്രപ്പുകല നൽകുന്ന ദൈവമായിട്ടൊരുക്കിയ ചുടുകല്ലിൽ ചുട്ട അപ്പം, അതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം. അവനെ വിളിച്ചുണർത്തി കഴിക്കാൻ പറഞ്ഞു. അവനെ വാടിത്തളർന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു വിധത്തിൽ എഴുന്നേറ്റിരുന്ന് കുറച്ച് കഴിച്ചു, പിന്നെ അവൻ ഉറങ്ങിപ്പോയി. ആ സാഹചര്യത്തിൽ വീണ്ടും അവനെ വിളിച്ചുണർത്തി അവനോട് പറയുകയാണ്, പോരാ, ഇനിയും കഴിക്കണം. കാരണം അല്ലെങ്കിൽ നിൻ്റെ യാത്ര ദുഷ്കരമായിരിക്കും. നമുക്കറിയാം, ഇത് ശരിക്കും വിശുദ്ധ കുർബാനയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്, ഒരു സന്ദേശമാണ്. യാത്ര ദുഷ്കരമാകാതിരിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം നമ്മൾ അറിയണം. കുർബാന കണ്ടാൽ പോരാ, ബലി അർപ്പിക്കണം. ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് നിശ്ചയമായും നടക്കേണ്ട ഒരു കാര്യമാണ് കുർബാന സ്വീകരണം. കുർബാന സ്വീകരണമാണ് ബലിയർപ്പണത്തിന് നമ്മെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ വെറുതെ പോയി കുർബാന കണ്ടിട്ട് പോകാം, അതിലല്ല കാര്യം. യാത്ര ദുഷ്കരമാകാതിരിക്കണമെങ്കിൽ ഈ ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായന നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രാർത്ഥന നടത്തി മുമ്പോട്ട് പോയാൽ പോരാ. നമ്മൾ ശരിക്കും വില കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന നമുക്ക് ശക്തി പകരുന്നത്, അഭിഷേകമാകുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും ഒരു കുർബാന കണ്ടുപോയാൽ പോരാ. ആ കുർബാനയിൽ നമ്മൾ പങ്കെടുത്ത് അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നവർക്ക് അതനുസരിച്ചുള്ള അനുഗ്രഹം അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ഇനി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു കുമ്പസാരം വേണോ? കുമ്പസാരിക്കണം. അതിന് ത്യാഗമെടുക്കണം. അതിനായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അതിനുള്ള സാധ്യതകൾ അന്വേഷിച്ച് പോകണം. ഇതെല്ലാം നമ്മുടെ ആവശ്യമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. 2 കൊറിന്തോസ് 9 അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ
അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ബലിയർപ്പിക്കുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴുമൊക്കെ വില കൊടുക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ അല്പം വിതച്ചവരെ പോലെ നമ്മൾ ഒതുങ്ങിപ്പോവും. അങ്ങനെയുള്ളവർക്ക് അല്പം മാത്രം കൊയ്യാം. ധാരാളം വിതയ്ക്കുന്നവർക്കാണ് ധാരാളം കൊയ്യാൻ സാധിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ രണ്ടാം വായന നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ രണ്ട് മർമ്മ വശങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആത്മീയത അതിൽ നമ്മുടെ ജീവിതം പണിതുയർത്താൻ നമ്മെ സഹായിക്കുന്നത്. ചിലർക്ക് ഒരെണ്ണം തന്നെ നടത്താൻ പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം എങ്ങനെയാവുമ്പോൾ, ഒരു കാര്യം അതിൻ്റെ ആദ്യത്തെ വശം പാപം ഉപേക്ഷിക്കുക. നമ്മൾ യെശയ്യാ 58 വായിച്ചാൽ യഥാർത്ഥ ഉപവാസം എന്ന തലക്കെട്ടിൽ കുറേ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കാതലായ സന്ദേശം ഇതാണ്: പാപം വെടിയണം. അല്ലാതെ നീ പ്രാർത്ഥിച്ചോ ദൈവത്തെ അന്വേഷിച്ചോ നടന്നിട്ട് കാര്യമില്ല. യോഹന്നാൻ 9:31 കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. അപ്പോൾ പാപം ഉപേക്ഷിക്കാൻ നമ്മൾ പ്രാർത്ഥനയുടെ നീളം കൂട്ടിയിട്ട് എന്ത് കാര്യം? പാപം ഉപേക്ഷിക്കാൻ നമ്മൾ പലയിടങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഓടി നടന്നിട്ട് എന്ത് കാര്യം? ദൈവം പാപിയുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പറയുന്നുണ്ട്, പാപം വെടിയാനുള്ള ഒരു തീരുമാനം, അതിനുള്ളൊരു പരിശ്രമം നമുക്ക് വളരെ ആവശ്യമാണ്. എൻ്റെ പാപം എന്താണ് എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരും. ഞാൻ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ദൈവം എനിക്ക് പറഞ്ഞു തരും. അതിനൊരാഗ്രഹവും പരിശ്രമം ഉണ്ടായാൽ അതനുസരിച്ച് ദൈവം നമ്മെ സഹായിക്കുന്ന അനുഭവം ഉണ്ടാവും. രണ്ടാമത്തെ വശമാണ് പുണ്യങ്ങൾ അഭ്യസിക്കുക. നമ്മൾ കേട്ടല്ലോ രണ്ടാം വായനയിൽ വിദ്വേഷം, ക്ഷോഭം, ക്രോധം, അട്ടഹാസം, ദൂഷണം, ഒരു 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം ഉപേക്ഷിക്കേണ്ട കാര്യമാണ്. ഇവ നമ്മൾ ഹൃദയത്തിൽ വെച്ച് താലോലിക്കേണ്ട കാര്യമല്ല. ഇങ്ങനെയുള്ള പ്രവണതകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനകത്തുനിന്ന് മോചനം പ്രാപിക്കണം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, അദ്ദേഹം ഭയങ്കര മുൻകോപിയായിരുന്നു. പക്ഷെ നമ്മൾ കാണുകയാണ് പിന്നീട് അദ്ദേഹം ഏറ്റവും സൗമ്യനായ ഒരു വ്യക്തിയായിട്ട് മാറി. അപ്പം അതുകൊണ്ടാണ് സൗമ്യനായ വിശുദ്ധൻ എന്ന് ഇന്നും സഭയിൽ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് അറിയപ്പെടുന്നത്. വേണമെങ്കിൽ നമുക്കൊക്കെ മാറ്റം വരുത്താൻ പറ്റും. മനസ്സ് വെച്ചാൽ നമുക്കൊക്കെ കൽപ്പന പാലിച്ച് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ദൈവവചനം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശമാണ്. അപ്പം അതുകൊണ്ട് പാപം വെടിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അതിനുള്ള പ്രാർത്ഥനയും പരിശ്രമവും അവർ നടത്തുന്നെങ്കിൽ. മാത്രമല്ല രണ്ടാമത്തെ കാര്യം കൂടെ നമ്മൾ ഏറ്റെടുക്കണം, പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് മാറണം. അങ്ങനെ പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് വീഴ്ച ഉണ്ടാകില്ല എന്ന് പത്രോസ്ലിയ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 2 പത്രോസ് 1-ാം അധ്യായം 10-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്, ഇങ്ങനെ നിങ്ങൾ ഉത്സാഹമുള്ളവരാണെങ്കിൽ വീണു പോകത്തില്ല. എന്തിനാണ് ഉത്സാഹം? അതിന് മുമ്പുള്ള വചനഭാഗം വായിച്ചാൽ കാണാൻ സാധിക്കും, പുണ്യങ്ങൾ അഭ്യസിക്കുന്നതിൽ ഉത്സാഹമുള്ളവരായിട്ട് മാറണം. വിശുദ്ധ പീറ്റർ ക്രിസോലഗസ് അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിസ്ത്യാനിക്ക് 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വിസ്മരിച്ച് ജീവിക്കരുതെന്ന്. ഒന്ന്, പുണ്യാഭ്യാസം, പുണ്യങ്ങൾ അഭ്യസിക്കുന്നവരായിട്ട് മാറണം. രണ്ടാമത്തെ കാര്യമാണ് വിദ്യാഭ്യാസം. ഇത് സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഇരുന്ന് പഠിക്കുന്ന കാര്യമല്ല. ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും വിദ്യ തേടുന്നത്. സിയന്നയിലെ വിശുദ്ധ കാതറിൻ സ്കൂളിൻ്റെ പടി പോലും കണ്ടിട്ടില്ല. പക്ഷെ അവൾ ഇന്ന് അറിയപ്പെടുന്നത് പണ്ഡിത, സഭയിൽ ഒരു പണ്ഡിത. സ്കൂളിൽ പോയി പഠിച്ചതല്ല, കർത്താവ് അവളെ പഠിപ്പിച്ചു. അതിന് ഇരുന്ന് പ്രാർത്ഥിച്ചു, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തു. അപ്പോൾ അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു നേട്ടമാണ് യേശു അവളെ നേരിട്ട് പഠിപ്പിച്ചു എന്നുള്ളത്. പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ്, എനിക്കും പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിക്കാൻ പറ്റണം, കർത്താവിനെ അറിഞ്ഞവരെ പോലെ എനിക്ക് ജീവിക്കാൻ പറ്റണം. ഈ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതനുസരിച്ച് ദൈവം നമ്മെ നയിക്കുന്ന അനുഭവം ഉണ്ടാകുമെന്ന്. സുവിശേഷ ഭാഗം വലിയ വിലപിടിപ്പുള്ള ചില കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 5:24 എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്താൽ
നിനക്ക് നിത്യജീവനുണ്ടാവും. അതിനേക്കാൾ വലിയൊരു നേട്ടം ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടാകാനില്ല. നിത്യജീവൻ. ഇനി അതിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നത്. കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കണം, അവിടുത്തെ രക്തം പാനം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുർബാന കണ്ടാൽ പോരാ, ബലി അർപ്പിക്കണം. അതിന് പൂർണ്ണത കൈവരുത്തുന്ന ആ ദിവ്യകാരുണ്യ സ്വീകരണം, അതിന് നമ്മൾ തയ്യാറാകണം. അതിലേക്ക് നമ്മൾ വരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മളിന്ന് നമ്മുടെ ശ്രദ്ധ ശരീരത്തിന് ഉപകരിക്കുന്ന ആ ഒരു ഭക്ഷണത്തിലാണോ, ആത്മാവിന് ഉപകരിക്കുന്ന ആ ഒരു ഭക്ഷണത്തിലാണോ? നമ്മൾ വേർതിരിച്ച് കാണേണ്ടത്. ദൈവവചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിൻ്റെ ശരീരത്തെക്കാൾ വിലയുള്ളതാണ് നിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് ആത്മീയ ഭോജ്യം. അത് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വചനം ഭക്ഷിക്കണം. അപ്പോഴാണ് ആത്മാവിനും പരിപോഷണം ലഭിക്കുന്നത്. ഈ ഒരു കാര്യം നമുക്ക് ആവശ്യമാണെന്ന് കർത്താവ് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഒത്തിരി പേരുടെ ശ്രദ്ധ ശരീരത്തിന് സമയാസമയത്ത് ഭക്ഷണം കൊടുക്കണം. അത് ഡയറ്റ് അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മൾ പാലിക്കുകയും ചെയ്യും. കാരണം ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന്നാൻ 4-ാം അധ്യായവും 6-ാം അധ്യായവും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി വില കൊടുത്ത് കാണേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. 4-ാം അധ്യായത്തിൽ നമ്മൾ കർത്താവ് വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. കുടിവെള്ളം, ജീവജലം. കുടിവെള്ളത്തേക്കാൾ ഒരുപാട് പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടത് ജീവജലത്തിന്. ഡ്രിങ്കിങ് വാട്ടർ അല്ല, ലൈഫ് ഗിവിങ് വാട്ടർ. അതിനാണ് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതിന് ശരീരത്തിൻ്റെ ഭക്ഷണത്തേക്കാൾ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാറുള്ളത്? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം വിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യത്തിലാണെന്ന് എത്രയോ വിശുദ്ധർ വിളിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ചെറിയ വെളുത്ത അപ്പത്തിൽ, ദിവ്യകാരുണ്യത്തിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഞാൻ കണ്ടെത്തുന്നു. നമുക്ക് പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഏറ്റവും വലിയ ആരാധനയായിട്ട് പോളാറാമൻ മാർപ്പാപ്പ എടുത്തു കാണിച്ചത് വിശുദ്ധ കുർബാനയാണ്. ബലിയർപ്പണം, ആരാധനകളുടെ ആരാധന എന്നാണ് ഇതേക്കുറിച്ച് ഈ വിശുദ്ധൻ സൂചിപ്പിച്ചിരിക്കുന്നത്. പറയുണ്ട്, പ്രാർത്ഥിക്കാനും ബലിയർപ്പിക്കാനുമൊക്കെ അത് ചെയ്യേണ്ടതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, എത്രയോ പേരുടെ ഇവിടെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ഇനി ശരിക്കും ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമ്മൾ വലിയ വലിയ ആൾക്കാരൊന്നും ആവണമെന്നില്ല. ദിവ്യകാരുണ്യ അത്ഭുതം നടക്കാനായിട്ട് ഒരുപാട് നമുക്ക് സാമർഥ്യമോ കഴിവോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. ദൈവം തിരഞ്ഞെടുത്താൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. അത് ആരിൽ വേണമെങ്കിലും ആരിലൂടെ വേണമെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇനി അതിൻ്റെ ഭാഗമായിട്ട് സുവിശേഷ ഭാഗം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തെ നാം മുമ്പിൽ നിർത്തണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്തെ ഉയർത്തി നിർത്തണം. ഹോളി ലാൻഡ് ടൂറൊക്കെ പോകുമ്പോൾ സാധാരണ അവർ പറയാനുള്ളൊരു കാര്യം, അവിടെ ചെല്ലുമ്പോൾ ഒരു ഗൈഡുണ്ട്. ഗൈഡ് പറയുന്നൊരു കാര്യം, ആരും എൻ്റെ മുമ്പിൽ കയറി നടക്കരുത്. ഞാൻ മുമ്പിൽ പോകുമ്പോൾ എന്നോട് ചേർന്ന് വരിക. അപ്പോൾ ഗൈഡിന് കാര്യങ്ങൾ അറിയാം, കറക്റ്റായിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് അറിയാം. ആ ഗൈഡിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർഗഭ്രംശം സംഭവിക്കാതിരിക്കും. എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു കാര്യം ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുൻകൈ എടുക്കുന്നത് ദൈവമാണ്. ദൈവത്താൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ പക്കലേക്ക് വരുന്നില്ല എന്ന് യേശു തന്നെ പറഞ്ഞൊരു കാര്യം. പിതാവ് ആകർഷിക്കുന്നവർക്കാണ് എൻ്റെ പക്കലേക്ക് വരാൻ സാധിക്കുക. പറയുണ്ട്, ദൈവമാണ് മുൻകൈ എടുക്കേണ്ടത്. നമ്മളങ്ങോട്ട് എളിമപ്പെട്ടിട്ട് ദൈവം എന്നെ ഏറ്റെടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയണം.
ലൂക്ക 21 വായിച്ചാൽ ഒരു ദരിദ്ര വിധവയെക്കുറിച്ച് കാണാൻ പറ്റും. ആകെപ്പാടെ 2 ചെമ്പുതൊട്ടാണ് അവളുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇനി അവൾ അതേ കടിച്ചു തൂങ്ങിക്കിടക്കാതെ അതെടുത്ത് ഭണ്ഡാരത്തിലിട്ടു. അപ്പോൾ യേശു ചെയ്ത ഒരു കാര്യമുണ്ട്, അവളെ ഏറ്റെടുത്തു, അവളെ ഓണപ്പ് ചെയ്തു. അതാണ് ആ ഒരു കമൻറ്റിലൂടെ യേശു ചെയ്തത്. ഇനി അവൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമോ? ആത്മീയ തലത്തിലോ ഭൗതിക തലത്തിലോ എന്തെങ്കിലും ഒരു കുറവ് ആ വിധവയ്ക്ക് വരുമോ? കാരണം യേശു അവളെ ഏറ്റെടുത്തു. ഇങ്ങനെ 100% സമർപ്പണം നടത്താൻ തയ്യാറാകുന്നവരെ യേശു ഏറ്റെടുക്കാതിരിക്കുമോ? ഈ വിധവയോട് ചെയ്ത അതേ കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. അവസാനമായിട്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ നാം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിൻ്റെ കരം പിടിച്ച് നടന്നാൽ പോരാ, മറിച്ച് കർത്താവിനെ കൊണ്ട് നമ്മുടെ കരം പിടിപ്പിക്കണം. ചിലർ അവരുടെ പ്രത്യേകത, അവർക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ, അവർക്ക് സ്വീകാര്യമായ കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇനി വേറെ ചില അവസരങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കാതെ സ്വന്തം ഇഷ്ടം നടത്തി മുമ്പോട്ട് പോകും. ദൈവം നമ്മുടെ കരം പിടിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നടത്തുന്നവരായിട്ട് നമ്മൾ 100% മാറണം. നമുക്കറിയാമല്ലോ, ചില പിള്ളേർ അവർക്കിഷ്ടം അപ്പൻ്റെയോ അമ്മയുടെയോ കയ്യെ പിടിച്ച് പോകാനാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഒരു ഗുണം അവർക്കറിയാം, എപ്പോഴെങ്കിലും ഈ കൈ വിട്ടിട്ട് ഒന്ന് ഓടണമെങ്കിൽ അവർക്ക് ഓടാൻ പറ്റും. ഇനി അപ്പനോ അമ്മയോ അവരുടെ കയ്യെ പിടിച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ്. കാരണം അപ്പനോ അമ്മയോ അവരുടെ കയ്യെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഓടണമെന്ന് ആഗ്രഹിച്ചാലും അവർ പിടിപെടത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ ഓടാനാണെങ്കിൽ വളരെ എളുപ്പമാണ്. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ പള്ളിയിൽ പോകും, എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ശുശ്രൂഷ ചെയ്യും. അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അവരെ കർത്താവ് പിടിച്ചിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. കർത്താവ് പിടിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിന് പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുത്തിട്ടുള്ളവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഈ വചന സന്ദേശം ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നെങ്കിൽ നിശ്ചയമായി നമ്മൾ സുരക്ഷിതരായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപ്രദമായിരിക്കും. അതിനെല്ലാം ഉപരിയായിട്ട് സ്വർഗത്തിന് അത് നമ്മെ അർഹരാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട കൃപയ്ക്കും അഭിഷേകത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.